ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനൊരു ലഞ്ച് ബോക്സിൻ്റെ ഒരു പ്രിപ്പറേഷനാണ് കേട്ടോ. 2015 +2 ലൈഫിന് ശേഷം ഞാനിങ്ങനെ ലഞ്ച് ബോക്സിൽ ഫുഡ് കഴിച്ചിട്ട് കുറേ ആയി. അപ്പോൾ എന്തൊക്കെ റെസിപ്പീസാണ് ഉണ്ടാക്കുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എത്ര കുറച്ച് വിഭവങ്ങളാണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ചില റെസിപ്പീസ് ഉണ്ടാവുമല്ലോ. എന്നും ഇങ്ങനെ പ്ലേറ്റിൽ കഴിക്കുമ്പോൾ എനിക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ പൊതിച്ചോറ് ഉണ്ടാക്കും. അപ്പോൾ അതിൽ പെട്ട ഒരു പൂതി തന്നെയായിരുന്നു കേട്ടോ ഈ ലഞ്ച് ബോക്സ്. ഇപ്പോൾ മോനിക്ക് ഫുഡ് ആക്കുകയാണെങ്കിൽ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഇങ്ങനെ ലഞ്ച് ബോക്സിലാക്കി കഴിക്കണമെന്ന്. പിന്നെ നമ്മൾ ഓരോ സമയത്തിൻ്റെ അതുകൊണ്ട് നമ്മൾ അത് കണക്കിലെടുക്കാറില്ല. ഞാൻ സ്കൂൾക്ക് പോകുമ്പോഴൊന്നും ഞാൻ വലിയൊരു കുക്കൊന്നല്ല കേട്ടോ. ഉമ്മ അങ്ങനെ ഓരോന്നും ഉണ്ടാക്കി തരിക എന്നല്ലാതെ. അപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ പഠിച്ചു. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഫുഡാട്ടോ ഈ ഒരു ലഞ്ച് ബോക്സിൽ ഉണ്ടാക്കുന്നത്. കിഴങ്ങിൻ്റെ ഈ മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ കിഴങ്ങ് ഫ്രൈ, ഇതൊക്കെ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ഫേവറേറ്റ് ഐറ്റമാണ്. ഇപ്പോൾ ഞാൻ മോനിക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ തന്നെ കിഴങ്ങ് ഫ്രൈ, വെണ്ടക്ക ഫ്രൈ, അതുപോലെ വഴുതനങ്ങ, അതൊക്കെ ഫ്രൈ ആക്കി കൊടുക്കും. മോനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ അതേ ഒരു ടേസ്റ്റിലൂടെയാണ് ഓനും നീങ്ങുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിക്ക് പകരം ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. മൂടി വെച്ചിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ കിഴങ്ങ് ഡയറക്റ്റായിട്ട് എണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കുന്നതിനേക്കാട്ടും ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ അതങ്ങനെ മൂടി വെച്ചതിന് ശേഷം ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ നോക്കുകയാണ്. പിന്നെ ഇതിൽ കറിവേപ്പിലയും കൂടി വേണം കേട്ടോ. അത് നമ്മളൊന്ന് കുക്കായതിൻ്റെ ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ലഞ്ച് ബോക്സിൽ ഒരു മെയിനായിട്ടാണ് ചമ്മന്തി. അപ്പോൾ തേങ്ങാ ചമ്മന്തിനേക്കാട്ടും എനിക്കിഷ്ടം ഇങ്ങനെ ഉള്ളി ചമ്മന്തിയാണ്. അപ്പോൾ ഞാനൊക്കെ സ്കൂൾക്ക് പോകുമ്പോൾ മിക്സിയിലിട്ട് അരച്ചിട്ടാട്ടോ എൻ്റെ അമ്മ ചമ്മന്തി ഉണ്ടാക്കുക. കുറേ അരക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് ഉണ്ടാക്കുന്ന കാരണം കല്ലിലിട്ടിട്ട് ചതക്കുകയാണ്. അപ്പോൾ ആകെ ഒരു മുളകൊന്ന് എണ്ണയിൽ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് ഒരു മുളക് ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് ചതച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുത്തിട്ട് അതും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ശരിക്കും മിക്സിയിൽ അരക്കുന്നതിനേക്കാട്ടും ഒരു ടേസ്റ്റ് കേട്ടോ ഇങ്ങനെ കല്ലിൽ അരച്ചിട്ടുള്ള ചമ്മന്തി. പിന്നെ ആവശ്യത്തിന് പുളിങ്ങ ഇടുക. പുളിങ്ങ ഇടുമ്പോൾ എനിക്ക് പുളിങ്ങ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ അത്യാവശ്യത്തിൽ കൂടുതലൊക്കെ എടുക്കും. ചിലർക്കൊന്നും പുളിയുടെ ടേസ്റ്റ് അങ്ങനെ ഇഷ്ടമുണ്ടാവില്ല. പിന്നെ ഉപ്പ് ഇട്ടിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കുന്നുണ്ട്. സിമ്പിളായിട്ടുള്ളൊരു ചമ്മന്തിയാണ്. പക്ഷെ ഇങ്ങനെ കല്ലിലരക്കുമ്പോൾ അതിനെക്കുറിച്ച് വർണ്ണിച്ചാലും മതിയാവില്ല. അങ്ങനെ ചമ്മന്തിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായി. അപ്പത്തിനും കിഴങ്ങ് ഒന്ന് കുക്കായിട്ടുണ്ടായിരുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്നും കൂടി ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. കറിവേപ്പില ഫസ്റ്റ് തന്നെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കിഴങ്ങ് വേവുന്നതിൻ്റെ ഒപ്പം അത് ആകെ മുരിഞ്ഞ് കരിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ ലാസ്റ്റാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ഒരു പച്ച കളർ വിട്ടു പോകാത്ത രീതിയിൽ നമുക്കൊരു ക്രിസ്പിനെസ് കിട്ടും. ആ ചട്ടിയിൽ തന്നെ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ പോകുന്ന സമയമാണെങ്കിൽ നമ്മളിതെല്ലാം കൂടി ഒന്നും കൊണ്ടുപോകില്ല. ഏതെങ്കിലും 2 ഐറ്റംസ് ഒക്കെയാണ് ചില ദിവസങ്ങളിൽ ഉണ്ടാവുള്ളൂ. അന്നത്തെ കാലം ഇന്നത്തെ കാലം നല്ല ഡിഫറൻസ് ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ മെല്ലെ കഴിക്കാനായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഓരോന്നോരോന്ന് ടൈം എടുത്ത് ചെയ്യുന്നത്. പക്ഷേ ഈ സ്കൂൾക്ക് പോകുന്ന സമയത്ത് രാവിലെ ഉണ്ടാക്കുമ്പോൾ നല്ല റിസ്ക്കാണ്. ഓംലെറ്റിൽ ഞാൻ ഉള്ളി പച്ചമുളകൊന്നും ഇട്ടിട്ടില്ല. വെറും കുരുമുളക് പൊടി ഉപ്പും ചേർത്ത് മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലഞ്ച് ബോക്സിന് വേണ്ടിയിട്ടുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ലഞ്ച് ബോക്സ്. ഇതും കുറേ മുന്നത്തെ ഒരു ലഞ്ച് ബോക്സാണ്. മോൻ്റെ പിന്നെ UKG ആയതുകൊണ്ട് ചെറിയ ലഞ്ച് ബോക്സാണ്. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടി വലുത് നോക്കിയിട്ടെടുത്തത്. മോൻ ഇന്ന് ലീവായ കാരണം ഞാനും ഓനും കൂടിയാണ് കേട്ടോ ചോറുന്നത്. അപ്പോൾ ഈ ഒരു ലഞ്ച് ബോക്സ് ആക്കാമെന്ന് വെച്ചു. അപ്പോൾ ആവശ്യത്തിനൊക്കെ ചോറ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിലായിട്ട് പൊട്ടാറ്റോൻ്റെ മെഴുക്ക് വരട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പൊതിച്ചോറ് ഉണ്ടാക്കുകയാണെങ്കിലും ഈ ഒരു ഐറ്റം ഞാൻ എന്തായാലും ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ അതിനവിടെ ഒരു സൈഡിലാക്കിയിട്ട് പിന്നെ ഓംലെറ്റ് വെച്ച് കൊടുക്കുകയാണ്. സത്യം പറഞ്ഞാൽ സ്ഥലം ഉണ്ടാകുന്നില്ല അതിൽ. എന്നാലും സെൻട്രലായിട്ട് ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അരുവിലായിട്ട് കുറച്ച് ചമ്മന്തി ആക്കി കൊടുത്തിട്ടുണ്ട്. ഈ ചമ്മന്തിയിലുള്ള എണ്ണയൊക്കെ നമ്മുടെ ചോറിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറച്ച് നെല്ലിക്ക അച്ചാറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല ഹാപ്പിനെസ്സോട് കൂടിയിട്ടാണ് കേട്ടോ ഓരോന്നും കുക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ റെഡിയാക്കുകയാണെങ്കിലൊക്കെ. മോനിക്കും ഞാൻ ലഞ്ച് ബോക്സ് അങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. അപ്പോൾ അത് കുറച്ച് സമയം അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇത് തുറക്കുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആണ്. ഒരു ചിക്കൻ ബിരിയാണി മുന്നിൽ കണ്ട ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ സ്കൂൾ ലൈഫൊക്കെ എത്ര മനോഹരമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ചോറ് തിന്ന നേരത്താട്ടോ ഞാൻ പപ്പടം എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാ കൂട്ടാനും കൂട്ടിയിട്ട് ഞാൻ എൻ്റെ ലഞ്ച് ബോക്സ് കഴിച്ചു. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതുതായി നമ്മുടെ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.